One, two, three, four. പെരുക്ക് അഭിവന്ദരായ ഗുരുജനങ്ങളെ, എന്റെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. അവിടെ പ്രാവിന്റെ ചെറുകടി വേണമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. കിട്ട് ആ സാധനം വേണം സുമേഷേട്ടാ. എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഒരുപാട് വലിയ വലിയ കഥാകാതികന്മാർക്ക് വേണ്ടി ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ദേഷ്യം പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് പോകും. അല്ല, 2 കൊല്ലം വീട്ടിൽ കുത്തിരുന്നല്ലോ കൊറോണയായിട്ട്. അതിന് ശേഷം ഒരു പരിപാടി ഇട്ട് ഞങ്ങൾ കോളാക്കി തരരുത്, മനസ്സിലാക്കണം. എന്നോട് മിണ്ടാൻ പറഞ്ഞു. ഞാൻ വായിച്ചോളും, താൻ കഥ പറഞ്ഞോണം. മനസ്സിലാവുള്ളൂ. ഞാൻ തുടങ്ങല്ലേ? ഞങ്ങളുടെ കഥയുടെ പേര് മാനിഷാത്ത അഥവാ അരുത് കാട്ടാള. യുഗങ്ങൾ 4 ത്രേതായുഗം, സത്യയുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് കലിയുഗം. അക്രമത്തിന്റെയും അനീതിയുടെയും കലിയുഗം, മഹാമാരിയുടെ കലിയുഗം. യുഗം കലിയുഗം. അവിടെ തുടങ്ങണം. യുഗം കലിയുഗം, അഴിമതി അക്രമ രാഷ്ട്രീയം. യുഗം ഇത് കലിയുഗം. സ്പീഡില് ഗുണ്ടകൾ പെറ്റ് പെരുകുന്നു. യുഗം ഇത് കലിയുഗം. യുഗം ഇത് കലിയുഗം. എന്നാൽ ഈ കഥ നടക്കുന്നത് കലിയുഗത്തിലല്ല, ത്രേതായുഗത്തിലാണ്. ത്രേതായുഗത്തിലെ തമസ നദിക്കരയിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. പുണ്യപുരാതനമായ തമസ നദിക്കരയിലൂടെ ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാൾ ക്ഷീണിതനാണ്. തമസയാകട്ടെ മന്ദമാരുതിനെ തഴുകിക്കൊണ്ട് കുണുങ്ങി അങ്ങനെ ഒഴുകി പോവുകയാണ്. മീനുകൾ നൃത്തമാടുന്ന, പ്രകൃതി പോലും നാണിക്കുന്ന ആ മനോഹരമായ സമയത്ത് പെട്ടെന്ന് ഊരിപ്പിടിച്ച കത്തിയുമായ ഒരാൾ വഴിയാത്രക്കാരനെ നേരെ ചാടി വീഴുന്നു. ആരാണ് അയാൾ? പറയൂ, ആരാണ് അയാൾ? മറ്റാരുമല്ല, രത്നാകരൻ. ആരാണ് ഈ രത്നാകരൻ? പട്ടിണി പാവങ്ങളെ, അയ്യോ പാവങ്ങളെ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പെടാപാട് പെടുന്ന ദരിദ്ര ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ. ആരാ? हुई सुजाता. സുജാതെ? हुई सुजाता. നോട്ടെ. സുഗതൻ, നോട്ട് സുജാത. സുഗതൻ. ആ സുഗത, എന്റെ സുഗത, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി തരണമെന്ന് പറയണത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതില്ല, ഇത് പോത്ത് കച്ചവടം അല്ല, ഗഡുക്കളായിട്ട് തരാനും. എന്റെ സുഗത, താൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 98 രൂപ ഫിക്സ്. ഞാൻ ഫോൺ കട്ട് ചെയ്യുവാണ്. യൂസ്ലെസ്. അയ്യോ, ഇത് പിടിച്ചു പറിക്കരുതേ. ഇത് ഞങ്ങളുടെ അന്നമാണ്, ഒരു നേരത്തെ ഭക്ഷണമാണ്. ഇത് ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ സമ്പാദ്യമാണ്. ഇതൊന്നും കൊണ്ടുപോകും. വേറെ ഒരു പണിയില്ലേ ഉമ്മാർക്ക്? ആ സുഗതന് ഞാനൊരു ചെറിയ ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചു. ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അതിന് ഞാൻ പ്രത്യുപകാരമായിട്ട് ഒരു 1 lakh ചോദിച്ചുള്ളൂ. Only 1 lakh? 2 lakh ചോദിക്കണ്ടേ ബേബി? എന്തെല്ലാം ചെലവുകളുണ്ട്. അതിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണം. അതിന് ഇഞ്ചക്ഷൻ നമ്മളിപ്പോ 2 ഡോസ് എടുത്തല്ല കൊറോണയുടേത്. നോട്ട് കൊറോണ, പിന്നെ എന്റെ അണ്ടറായി കണ്ടോ. എനിക്ക് വല്ലാതെ ഏജ് തോന്നുന്നു. എവറി വീക്ക് 1 injection for 3 months. ഓ, 3 മാസം. Yeah, for 1 injection it's 8,000 rupees. 8,000 രൂപ? Yeah.
അപ്പൊ അത് വരുമ്പോ 10-25,000 രൂപയായില്ലേ 3 ഇഞ്ചക്ഷന്? നോക്ക് മന്മോ, പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും വയറിന്റെ ഫാറ്റ് എടുത്ത് കളയണം. ഓപ്പറേഷൻ, സർജറി. നിനക്ക് വേറെ പണിയൊന്നുമില്ല കൊണ്ട്. സണ്ണിന്റെ മാരേജിന് പിന്നെ അല്ലാതെ. സണ്ണിന്റെ മാരേജ് അല്ലേ, നിന്റെ മാരേജോ എന്റെ മാരേജോ ഒന്നും അല്ലല്ലോ. നോക്കൂ മന്മു, സണ്ണിന്റെ മാരേജ് ആയിരിക്കും, ബട്ട് ഹൈലൈറ്റ് ഫാദർ ആൻഡ് മദർ ആണ്. എല്ലാ ഫോട്ടോയിലും വീഡിയോയിലും തിളങ്ങി നിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ആ ന്യൂ ഗേൾ വരുമ്പോ മദറിനിലോ ഇങ്ങനെ വയറ് വീർപ്പിച്ച് നിൽക്കുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, എനിക്ക് വളരെ തുച്ഛമായ ഒരു പൈസയാണ് ശമ്പളമായിട്ട് ഇവിടുന്ന് കിട്ടണത്. ഓ മന്മോ, വാട്ട് ഈസ് ദിസ്? യു ഹാവ് ദാറ്റ് ഓപ്ഷൻ. സാലറി മാത്രമല്ലല്ലോ. നോക്കൂ, ഇനി 3 years ഉള്ളു റിട്ടയർമെന്റിന്. അതിനു മുമ്പ് ഇതെല്ലാം ചെയ്യണം. ഓക്കെ? അവരുടെ കയ്യിൽ നിന്നും കിട്ടിയതെല്ലാം വാരി പറിച്ചെടുത്ത് സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ടുപോയി കൊടുത്തു. അത്രയ്ക്ക് അലവലാതിയാണവൻ രത്നാകരൻ. കരാ കരാ. Old is gold എന്നാണ് darling. മോനോ, എത്ര വട്ടം ഞാൻ പറഞ്ഞു ഈ വെയിലത്ത് നടക്കില്ലെന്ന്. നിന്റെ കല്യാണം ആവുമ്പോഴേക്കും ബ്ലാക്ക് ആവും. എന്താ ഡാഡി, ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നമ്മുടെ ന്യൂ വർക്ക് നടക്കുന്നിടത്ത് ഞാൻ എന്റെ ജിക്കിയായിട്ടൊന്ന് ചെന്ന് ആ 2ാമത്തെ നിലയിലെ ബാത്റൂമില്ലേ, അതിലൊരു ചെറിയ ബാത്തപ്പ പിടിപ്പിച്ചു വെച്ചാണ്. അതിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ താഴത്തെ ബെഡ്റൂം എടുത്തോ. നോ 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 നോ. ഒരു കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? ഞാനത് ആ കോൺട്രാക്ടറോട് പറഞ്ഞതാണ്. അത് താഴെ ചെറുത് വെച്ചിട്ട് മുകളിൽ വലുത് വെക്കാൻ പറയണേ. ഈ ഇഡിയറ്റ്സുകളൊക്കെ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡിന് പറ്റൂല എന്നത് എനിക്ക് ഷെയിമായി പോയാ. ഹൗസ് വെക്കുള്ളൂ. അതെ, വി വാണ്ട് ലക്ഷറി ഹൗസ്. അതെ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാരം എടുക്കണം. ഡാഡി ആർക്കെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കുമ്പോ പ്രത്യുപകാരമായിട്ട് മേടിച്ചാ പോരെ? ഈ നക്കാപ്പിച്ച കൈക്കൂലി മേടിക്കണത് 3, 4, 5 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കൂടെ? സിമ്പിൾ. യു ഹാവ് ടു ഡു ഇറ്റ്. ഒരു തവണ നമ്മള് വീട് വെക്കുള്ളൂ, ഒരു തവണ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ആർഭാടമായിട്ട് വേണം. നോക്കാം, ഞാൻ എന്തെങ്കിലും വഴി ആലോചിക്കട്ടെ. ഞാനാ പണിതൊക്കെ തല്ലിപ്പൊളിച്ച് കളയാൻ പറഞ്ഞു. പിന്നെ നെറ്റിന്ന് ഒരു പടം എടുത്ത് കാണിച്ചിട്ടുണ്ട്, വലിയ ഡബിന്റെ. മോനു, നീ ടെൻഷൻ അടിക്കണ്ട. നിനക്കും ജിക്കിക്കും സ്വിം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ മമ്മ പണിയിക്കും. റിച്ച് ആയിരിക്കട്ടെ. ഞാൻ ഡൈ ചെയ്തതാണ്, ബട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. വൈ? അതെ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ച് അടിക്കണം. കൊറേ ആകുന്നിടത്ത് ബക്കറ്റി കളിക്കിട്ട് തല മുക്കിയാലും മതി. ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കും. ഓ, ഞാൻ ആപ്പിൾ കുടിച്ചല്ലേ ഉള്ളൂ മമ്മി. ഓറഞ്ച് ജ്യൂസ് മസ്റ്റ്, വൈറ്റമിൻ സി. ശരി ശരി. സാർ, എനിക്ക് ജോബ് ഓക്കെ ആയി സാറേ. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ദുബൈയില് ഞാൻ പറഞ്ഞിരുന്നു. നല്ലതാണ് നല്ലതാണ്. ഉള്ള എല്ലാരും കൂടെ ഈ കേരളത്തിൽ കിടന്ന് ഇവിടെ ഉള്ളവർക്ക് ജോലിയില്ല. നിങ്ങളിപ്പോൾ കുറെ പേര് പുറത്തോട്ട് പോകും, നല്ലതാ. അവിടെ പോയി ജോലി ചെയ്യണം, നല്ലതാ. ഓക്കെ, അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ സാറേ, എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നില്ലായിരുന്നു. എന്റെ MBA സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ താൻ ജോലിക്ക് പോകണമെല്ലാം ശരിയായി എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കാൻ വന്നല്ലേ? അല്ല സാറേ, എനിക്ക് നെക്സ്റ്റ് വീക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. എടോ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ലേ ജോബിന് അപ്ലൈ ചെയ്യാനുള്ളത്? സാർ, എന്റെ റിലേഷനിലുള്ള ഒരു കെയർ ഓഫിൽ പെട്ടെന്ന് അങ്ങനെ ഓക്കെ ആയതാണ് സാറേ. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. ഞാനത് കാരണം സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ. എടോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അവസ്ഥ തനിക്ക് അറിയാലോ. ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല എലിയും ആടും പശു ഒന്നും തിന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അങ്ങ് കിട്ടും. അയ്യോ പ്ലീസ് സാർ, എനിക്ക് വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സാർ, പ്ലീസ്. താനൊക്കെ ഇവിടെ ജീവിച്ച് ഇവിടെയുള്ള ബാക്കിയുള്ള പൊതുജനങ്ങൾ കൂടെ നാണക്കേടാണ്. ഒരു സർക്കാർ ഓഫീസിൽ വന്ന് ഒരു കാര്യം നടക്കണമെങ്കിൽ എന്താണ് അതിന്റെ രീതികളെന്നൊന്നും അറിയില്ല തനിക്ക്. ഇനി അത് തനിക്ക് എത്ര നേരത്തെ വേണമെന്ന് ഒരു വെള്ളം വെച്ചാ? അല്ല, അത് എന്താ ഉദ്ദേശിച്ചത് സാറ്? കൈക്കൂലിയാണോ? അല്ല, എന്താ സാർ? ഇനി അത് എന്റെ വാ കൊണ്ട് ഞാനത് പറയണം. അല്ല സാർ, അതല്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട്. പിന്നെ ഈ കൈക്കൂലി നീ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലല്ല അങ്ങനെ പറയരുത് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞതല്ല സാറ്. തനിക്കിപ്പോ വൈകി കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ തരണമെങ്കിൽ ഞാനത് ഒരു ഉപകാരമാണ് തനിക്ക് ചെയ്യണത്. ആ ഉപകാരത്തിന് താൻ എനിക്കൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു പാരിതോഷികം തരും. അത് ഞങ്ങൾ അങ്ങനെ കാണാറുള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥർ കേട്ടോ. അതിന് കൈക്കൂലി എന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ടതാണ്.
അല്ല സാർ എന്താ ഉദ്ദേശിച്ചത്? ഈ ക്ലോക്ക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണോ? ക്ലോക്ക് മാത്രം ആക്കണ്ടോ, ഒരു കപ്പും സോസറും ഒരു ഫ്ലവർ വൈസും കൂടെ കൊണ്ടുപോവാ. അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡിന്നർ സെറ്റ്. ഇറങ്ങി പോടാ മനുഷ്യൻ. താനൊന്നും ഒരിടത്തും പോയി ജോലി ആയിരിക്കണം നല്ലത്. സാറേ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? എനിക്ക് അറിയാത്തോണ്ടാണ്. അല്ലെങ്കിൽ സാറിന് ഇഷ്ടമുള്ള എന്തെങ്കിലും പറയൂ. താൻ ദുബായി പോയിട്ട് സൗജന്യമായിട്ടാണോ ജോലി ചെയ്യണേ? ഇല്ല സാറേ, സാലറി ഉണ്ട്, സാലറി തരും. ഓ, എന്താ ഒരു തരണേ? ഒരു 1 lakh സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യേ, ഒരു 2 months താൻ സാലറി ഇല്ലാതെ വർക്ക് ചെയ്യേ. ഇല്ല സാറേ, അവര് തരും. സാലറി ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടുവാ ആ സാലറി താൻ ഇവിടെ എനിക്ക് വേണ്ടി തരണം. എന്നാലേ തന്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റൂ. തനിക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം തരുന്നുണ്ടോ, ഒരു ഉപകാരം ചെയ്യുന്നുണ്ടോ? അതിന്റെ പ്രത്യുപകാരമായിട്ട് താൻ അവിടുത്തെ 2 മാസത്തെ സാലറി ഇങ്ങോട്ടേക്ക് മറിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? ആ, ഒരു കാര്യം ചെയ്യേ, ഇതൊക്കെ സന്തോഷത്തോടെ ചെയ്യേ. 2 മാസമാണ് അവിടെ പോയി 2 മാസം ഓവർ ടൈം ചെയ്താൽ ഇതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഞാനൊരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി ഒരു 9 മണി കഴിയുമ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കണം. എൻ്റെ നമ്പറാ. ഹാപ്പി ആയിട്ട് പോടോ. ശരി ശരി സാർ. കുറച്ചുകൂടെ സ്മാർട്ട് ആവണം കേട്ടോ. ഇവനൊക്കെ മരുഭൂമി പോയി കിടന്ന് പണിയെടുക്കാനേ കൊള്ളാവും. അതങ്ങനെ ചെന്നിട്ട് വല്ല ഈത്തപ്പനയിലും കയറി ഒട്ടകത്തിനെയും കറന്ന് നടക്കുമെന്തോ. ഒരു ബുദ്ധിയില്ലാത്ത ചെറുക്കൻ. ടൈൽസിന് ഓർഡർ ചെയ്യും. പപ്പ മേശ്ശേരി, നമ്മുടെ ആ 3D ടൈൽസ് പറഞ്ഞില്ലേ, അത് നമുക്ക് ഒരു ലോഡ് കൂടി ഇറക്കാം. ഓ കുഴപ്പമില്ല, ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോ വീട് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം വെക്കണതല്ലേ. മേശ്ശേരി അത് നോക്കണ്ട, ഒരു ലോഡും കൂടെ പറഞ്ഞോ. ഓക്കെ മേശ്ശേരി. സാറേ, സൽമാൻ സാറേ, അത് കിടന്നാലും കുഴപ്പമില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, ഉണ്ട്. പിന്നെ ഇപ്പോ ഈ 2 ലക്ഷം രൂപ തരുന്നത് വിട്ട് വിഷമിക്കണ്ട. 4 ലക്ഷം രൂപയുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ശരിയാക്കി തരാനായിട്ട്. കളിച്ച കളിയല്ലോ ആണോ ഇത്? ഒരു സർട്ടിഫിക്കറ്റ് ക്യാഷ് എന്നാ തരാം സാറേ. ഓ, എടുക്ക്. പിന്നെ ഇത് പറഞ്ഞില്ലേ, ഞാൻ പാലുകാച്ചിന് വിളിക്കും. അപ്പൊ മോന് പുറത്തായിരിക്കുമല്ലോ ജോലിയില്ല. അച്ഛനും അമ്മേനെയും പറഞ്ഞു വിടണം, ഒന്ന് കൊണ്ടുവരില്ലെന്ന് പറയണേ കേട്ടാ. ആ, പപ്പ മേശ്ശേരിയെ ടൈൽസ് എടുക്കാൻ വരാന്ന് പറഞ്ഞത്. ഈ കാശൊക്കെ കൊണ്ടല്ലേ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണത്. വരുന്ന മേശ്ശേരി പിടിച്ചോ. നിങ്ങൾ എത്ര പേർ പിടിച്ചിട്ട് കാര്യമില്ല. എന്റെ മോൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേല പിടിച്ചോണ്ട് ഒരു കാര്യം. ഇനിയും സഹകരിച്ചോളാം. വേറെ വഴി.
നമസ്കാരം. MBA സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ യൂണിവേഴ്സിറ്റി ജീവനക്കാരായ മന്മഥനെ അതിസാഹസികമായി വിജിലൻസ് പിടികൂടിയിരിക്കുകയാണ്. വിജിലൻസ് ഓഫീസർ കണ്ടത്തിൽ രാഘവനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഘവൻ സാറേ, ഇതിന്റെ ആരുടെ പരാതിയാണിത്? ഇത് ശീതളന്റെ പരാതിയാണ്. അതെ, ശീതളന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറയൂ. ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ മുമ്പ് വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു അവസരം കിട്ടി, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റി. അതെ. പല തവണകളായി പല ഭാഗങ്ങളിൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള സത്യമാണ് പറയുന്നത്. അതിന് പലതവണ ഒളി ക്യാമറ ഇദ്ദേഹത്തിന്റെ പിറകിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഞാനും എന്റെ ഒളി ക്യാമറയും അതിസാഹസികമായി പിടികൂടിയിരിക്കുന്ന പുറത്ത്. ഒറ്റ മിനിറ്റ്. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ഇറങ്ങും, പെട്ടെന്ന് കയറും, നമുക്ക് പോയി പണിയുണ്ട്. ഞാനെവിടെ? ഞാൻ എടുക്കില്ലേ? ഞാൻ എടുക്കാം. MBA വിദ്യാർത്ഥിയായ ശീതളിന്റെ സർട്ടിഫിക്കറ്റ് മരവിപ്പിക്കുകയും അത് കിട്ടാൻ വേണ്ടി 2 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും മന്മഥനെ കൈയോടെ വിജിലൻസ് പിടികൂടിയിരിക്കുകയാണ്. കൈക്കൂലി നഖശികാന്തം ഞങ്ങൾ എതിർക്കുന്ന ചാനലാണ്. നിട്ടപ്രാട ചാനലിന് വേണ്ടി ഉണ്ണിരാജ. ഹായ്. വരൂ. അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൈക്കൂലി വാങ്ങി. നാണവുമാനും ഉൾപ്പും മര്യാദയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് പറയാനുള്ളത്? അച്ഛനങ്ങനെ കൈക്കൂലി വാങ്ങേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. അച്ഛന് പരമ്പരാഗതമായിട്ട് സ്വത്തുണ്ട്. പക്ഷെ സ്വത്തുണ്ട്, കൈക്കൂലി വാങ്ങി 2 ലക്ഷം രൂപ. ഞാനും അമ്മയും വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാരാണോ? അമ്മയാണോ മകളാണോ? അമ്മയാണ്. ആരമ്മയാണ്? മമ്മി, എന്റെ മമ്മി. നിന്റെ അമ്മ? പറയൂ അമ്മേ. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും പക്ഷെ കൈക്കൂലി വാങ്ങി 2 ലക്ഷം രൂപ. ഇല്ല, ഇവിടെ കൈക്കൂലി മേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല. അച്ഛൻ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മേടിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ല. അച്ഛൻ അങ്ങനെ എന്താണ് പ്രത്യേക ആവശ്യം? ഐ ഡോണ്ട് നോ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതാണ് പറയുന്നത്. കൈക്കൂലി വാങ്ങി 2 ലക്ഷം രൂപ കീശയിലിട്ട് പോക്കറ്റിൽ കൃത്യമായി പിടിച്ചതാണ്. ചാനൽ വിടില്ല. നിട്ടപ്രാണ ചാനൽ ഈ കൈക്കൂലിക്കെതിരെ, ഈ കള്ളക്കടത്തിനെതിരെ നഖശികാന്തം എതിർക്കുകയാണ്. നിട്ടപ്രാണ ചാനലിന് വേണ്ടി ഉണ്ണിരാജ.